വർത്തമാന കാലഘട്ടത്തിൽ ഏറെ ആശങ്കയോടെയും അതിലേറെ വ്യാകുലതയോടെയും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് സ്വതന്ത്ര ഇന്ത്യ നേരിടുന്ന വെല്ലുവിളികൾ. ഈ സംവാദത്തിൽ പങ്കെടുക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ജീവിത അനുഭവങ്ങളിലൂടെ സംസ്കരിച്ചെടുത്ത ഒരു സംസ്കാരം, മാനവിക സംസ്കാരം ഉൾക്കൊള്ളുന്ന വ്യക്തിത്വമായ KNA ഖാദർ അവർകൾ, അതുപോലെ തന്നെ സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിൽ നിറസാന്നിധ്യമായ അഹമ്മദ് പുന്നക്കലുമാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. കടത്തനാട് ലിറ്റ് ഫെസ്റ്റിവലിന് വേണ്ടി വടകരയിലെ സഹൃദയരായ ജനങ്ങൾക്ക് വേണ്ടിയും ഞാൻ ഈ വേദിയിലേക്ക് അവരെ സ്വാഗതം ചെയ്യുന്നു. വടകര കടത്തനാട് ഫെസ്റ്റിവലിൻ്റെ ഈ രണ്ടാമൂഴത്തെ ഹൃദയത്തിലെത്തിയ വടകരയിലെ സഹൃദയരായ ജനാവലിയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഭാരത്. ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാരെ, വടകര ലിറ്ററേച്ചർ ഫെസ്റ്റുമായി ബന്ധപ്പെട്ട് വളരെയേറെ ഗൗരവമുള്ള ഒരു രാഷ്ട്രീയ ചർച്ചയാണ് ആരംഭിക്കുന്നത്. കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ ബഹുമുഖ പ്രതിഭയായിട്ടുള്ള, അത്ഭുത പ്രതിഭയായിട്ടുള്ള എഴുത്തുകാരനും ചിന്തകനും പ്രാസംഗികനുമായിട്ടുള്ള അഡ്വക്കേറ്റ് KNA ഖാദർ അവറുകളുടെ മഹനീയ സാന്നിധ്യമാണ് ഇവിടെ ഉള്ളത്. പ്രഗത്ഭനായ പാർലമെന്ററി എന്ന നിലയിൽ കേരള നിയമനിർമ്മാണ സഭയെ കോരിത്തെരിപ്പിക്കുകയും ചിന്തിക്കുകയും ചെയ്തിട്ടുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സമുന്നത നേതാവും മുൻ MLA-യുമായിട്ടുള്ള അഡ്വക്കേറ്റ് KNA ഖാദർ സാഹിബിനെ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. സ്വതന്ത്ര ഭാരതം നേരിടുന്ന വെല്ലുവിളിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. സ്വതന്ത്ര ഭാരതത്തിന് 78 വയസ്സ് പൂർത്തിയായിരിക്കുന്ന ഈ സാഹചര്യത്തിലും ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനും ഗുരുതരമായ വെല്ലുവിളികളുണ്ട് എന്നതിൻ്റെ തിരിച്ചറിവാണ് ഇങ്ങനൊരു ചർച്ച നടത്താൻ സംഘാടകരെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ് ഇന്ത്യൻ ജനാധിപത്യവും ഇന്ത്യൻ സ്വാതന്ത്ര്യവും അടിസ്ഥാനപരമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾ എന്നതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഖാദർ സാഹിബ് നമ്മോട് സംവദിക്കും. ബഹുമാനപ്പെട്ട ശ്രീ അഹമ്മദ് പുന്നക്കൽ ഈ കടത്തനാടൻ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അതിമനോഹരമായി വീണ്ടും സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകരെ, ഈ പരിപാടികളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ ഇതിൻ്റെ തുടക്കം മുതൽ സമ്മേളിച്ചിട്ടുള്ള നല്ലവരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇന്ത്യൻ ജനാധിപത്യവും ഭരണഘടനയും ഒക്കെ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച്, അഥവാ സ്വതന്ത്ര ഭാരതം അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളെക്കുറിച്ച് സംസാരിക്കുവാനാണ് എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ വിഷയം നിങ്ങൾക്കെല്ലാവർക്കും വളരെ സുപരിചിതമാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ അത്യാവശ്യം അവഗാഹമുള്ളവരാണ് നിങ്ങളെല്ലാവരും. ഒരുപക്ഷെ എന്നെക്കാൾ ആ വിഷയം അറിയാവുന്ന ധാരാളം പേർ ഇതിനകത്തുണ്ടാവും. അതുകൊണ്ട് എല്ലാ ബഹുമാനത്തോടും കൂടി
നിങ്ങളോട് കുറച്ചു നേരം എൻ്റെ ചിന്തകൾ പങ്കുവയ്ക്കാനാണ് ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നത്. നമുക്കെല്ലാം അറിയാവുന്ന പൊതുവിശദാംശങ്ങൾ ഒരുപാട് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. സ്വതന്ത്ര ഭാരതത്തിൻ്റെ ഭരണഘടന ചോദ്യം ചെയ്യപ്പെടുകയും ആ ഭരണഘടന തന്നെ മാറ്റുകയും ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് എന്ന് പറയാം. നമ്മുടെ ഭരണഘടന, ഒറിജിനൽ ഭരണഘടന എവിടെയാണ്? 1949 നവംബർ 26 അഡോപ്റ്റഡ് ആൻഡ് ഇനാക്റ്റഡ് എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ 50 ജനുവരി 26 റിപ്പബ്ലിക് ആകുന്നതോടുകൂടി പ്രാബല്യത്തിൽ വന്ന കോൺസ്റ്റിറ്റ്യൂഷൻ. ആ കോൺസ്റ്റിറ്റ്യൂഷന് ഒരു കൈപ്പടയിലുള്ളൊരു പകർപ്പ് ഒറിജിനലായിട്ട് വേണമെന്ന് ആഗ്രഹിച്ച ഒരാളായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഡോക്ടർ BR അംബേദ്കർ. അവരുടെ ആഗ്രഹപ്രകാരം നെഹ്റു അന്നത്തെ ഏറ്റവും വലിയ കൈപ്പടയുള്ള, നല്ല കൈയക്ഷരമുള്ള, കാലിഗ്രാഫിയിൽ വിദഗ്ധനായ ഒരാളെ കണ്ടെത്തി. അദ്ദേഹത്തിൻ്റെ പേര് പ്രേം ബിഹാരി നാരായൺ റെയ്സാദ എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ മനോഹരമായ കൈപ്പടയിൽ ഈ ഭരണഘടന എഴുതാൻ നെഹ്റു ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തിനോട് നെഹ്റു പറഞ്ഞു, എന്ത് പ്രതിഫലം വേണമെങ്കിലും തരാം. അദ്ദേഹം പറഞ്ഞു, ഒരു പ്രതിഫലവും എനിക്ക് ആവശ്യമില്ല, ഈ എഴുതി കഴിയുന്ന ഭരണഘടനയുടെ എല്ലാ പേജുകളിൽ ഞാൻ ഒപ്പിടും, അവസാനത്തെ പേജിൽ എൻ്റെ മുത്തശ്ശൻ്റെ പേരും ചേർക്കുന്നത്. നെഹ്റു അത് സമ്മതിച്ചു. അങ്ങനെയാണ് ആ ഭരണഘടന അദ്ദേഹം മനോഹരമായ കൈപ്പടയിൽ എഴുതിയത്. വലിയ തൂക്കമുള്ള അനേകം പേജുകളുള്ള ഒരു വലിയ പുസ്തകമാണ്. അതിൻ്റെ ഈ എഴുത്തുകൾ ഇരിക്കുന്നതിൻ്റെ ചുറ്റുഭാഗത്തും ഒഴിവുള്ള സ്ഥലങ്ങളിൽ മനോഹരമായ ചിത്രങ്ങളൊക്കെ വരച്ചാൽ കൊള്ളാം എന്ന് നെഹ്റുവിന് തോന്നി. അതിന് ആ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല ഒരു ചിത്രകാരനെ അന്വേഷിച്ച് നന്ദലാൽ ബോസിനെ കണ്ടെത്തി. ബംഗാളിയായിരുന്ന ലോകപ്രസിദ്ധനായ ചിത്രകാരനാണ് നന്ദലാൽ ബോസ്. ആ ഭരണഘടനയുടെ ചുറ്റുപാടും ആ എഴുത്തിന് ചുറ്റുപാടും ദേശീയ പ്രസ്ഥാനത്തെക്കുറിച്ചും ദണ്ഡി യാത്രയെക്കുറിച്ചും നെഹ്റുവിൻ്റെയും ഗാന്ധിജിയുടെയും അക്ബർ ചക്രവർത്തിയുടെയും ടിപ്പു സുൽത്താൻ്റെയും ആ ഭാരതത്തിൻ്റെ ചരിത്രം ഒറ്റയടിക്ക് ഓർമ്മയാകുന്ന വിധത്തിലുള്ള ചിത്രങ്ങൾ വരച്ചു. ദാറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് ബീൻ കെപ്റ്റ്. എവിടെ സൂക്ഷിച്ചിട്ടുള്ളത്? അത് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിലെ ലൈബ്രറിയിൽ ഹീലിയം നിറച്ച ഒരു പെട്ടിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഹീലിയം നിറച്ചിട്ടുള്ളത് 1000 വർഷങ്ങൾക്ക് കേടുവരാതിരിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ പ്രിൻ്റഡ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ആരെങ്കിലും മാറ്റി തിരിക്കുകയൊക്കെ ചെയ്താൽ, വല്ലതും വിട്ടുകളഞ്ഞാൽ, ഒറിജിനലി ദർ ഇസ് എ കോൺസ്റ്റിറ്റ്യൂഷൻ. അതാണ് ഈ റെയ്സാദ എഴുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ. ദാറ്റ് ഈസ് ദർ. ഞാനിപ്പോൾ ദാറ്റ് ഈസ് ദർ എന്ന് ഞാൻ പറയുമ്പോൾ ഐ കാണ്ട് കൺഫേം ഇറ്റ്. കാരണം പാർലമെൻറ്റിൻ്റെ പുതിയ കെട്ടിടം വന്നു, ഇവിടെയുള്ളൊക്കെ കെട്ടിപ്പറുക്കി അങ്ങോട്ട് കൊണ്ടുപോയി. ഇത് അവിടെ കൊണ്ടുവച്ചോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇറ്റ് വാസ് ദർ. ആ കോൺസ്റ്റിറ്റ്യൂഷൻ ഡെമോക്രസി, സെക്യുലറിസം, ഹ്യൂമൻ റൈറ്റ്സ് അഥവാ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി, ലിബർട്ടി, ഇതിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷനാണ്. പൗരാവകാശങ്ങൾ വിലമതിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷനാണ്. എല്ലാ വിശ്വാസ പ്രമാണങ്ങളും അനുസരിച്ച് തനതായ ജീവിതം നയിക്കാൻ ആളുകളെ അനുവദിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷനാണ്. ആ ഭരണഘടന അനുസരിച്ച് ഏത് മതത്തിലും തത്വശാസ്ത്രങ്ങളിലും വിശ്വസിക്കാനും മതമില്ലാതിരിക്കാനും പൂർണ്ണമായ സ്വാതന്ത്ര്യവും ആചാരവും അനുഷ്ഠാനവും മാത്രമല്ല പ്രബോധനവും അംഗീകരിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ്. ആ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ന് അതുപോലെ ഉണ്ടോ? അവിടെ ആ പുസ്തകം ഫിസിക്കലായിട്ടുണ്ടെങ്കിലും അതിൻ്റെ ആ എസൻസ്, അന്തസത്ത രാജ്യത്ത് നിലവിലുണ്ടോ എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. അത് ഓരോ ദിവസവും മറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഈക്വാലിറ്റി എന്ന് പറയുന്ന സമത്വം, ലിബർട്ടി എന്ന് പറയുന്ന ഫ്രീഡം. ഇക്വാലിറ്റി നമുക്ക് നഷ്ടമായാൽ, സമത്വം ഇല്ലെങ്കിൽ കോടതിയെ സമീപിച്ച് സമത്വം എസ്റ്റാബ്ലിഷ് ചെയ്യാം. ഇന്നത്തെ കോടതി അതിന് പറ്റുമില്ല എനിക്ക് അറിഞ്ഞൂടാ, അതിനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ലിബർട്ടി, സ്വാതന്ത്ര്യം ഒരാൾ ഹനിക്കുകയാണ് മറ്റൊരാളുടെ സ്വാതന്ത്ര്യമെങ്കിൽ നമുക്കത് നടപ്പിലാക്കാം കോടതി മുഖേന. പക്ഷെ ഫ്രട്ടേണിറ്റി യു കാൻ ഡു ദാറ്റ്.
ഫ്രട്ടേണിറ്റി, എന്നോട് സാഹോദര്യം ഒരാൾ പുലർത്തുന്നില്ല എന്ന് പറഞ്ഞ് കോടതി പോകാൻ പറ്റില്ല. അപ്പം എന്തിനാണ് ഈ സാഹോദര്യം പിന്നെ വെച്ചത്? സാഹോദര്യം വെച്ചത് ഈക്വാലിറ്റിയും ലിബർട്ടിയും തമ്മിലൊരു ഫ്രിക്ഷൻ ഉണ്ട്. തുല്യത, എല്ലാവർക്കും തുല്യരായി നിന്നാൽ സ്വാതന്ത്ര്യത്തിൽ കുറയും. എല്ലാവരെയും സ്വതന്ത്രരായി വിട്ടാൽ ഇക്വാലിറ്റി അല്പം കുറയും. അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള ഷോക്ക് അബ്സോർബറാണ് ഫ്രട്ടേണിറ്റി, സാഹോദര്യം. ആ കുറവ് ഈ സാഹോദര്യം കൊണ്ട് നികത്താൻ സാധിക്കും. അങ്ങനെ വളരെ സുചിന്തിതമായി അനവധി വിദഗ്ധന്മാർ അനേക ദിവസം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായ ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതാണ് സെക്യുലറിസവും ജനാധിപത്യവും. ഈ ഗവൺമെൻറ് അല്ല പ്രശ്നം, ഈ ഭരണഘടനയാണ് നമ്മളെ രക്ഷിക്കുന്നത്. ഗവൺമെൻറ് ഏത് വന്നാലും മാറിയാലും വന്നാലും ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഇതുപോലെ ഇരുന്നില്ലെങ്കിൽ നമുക്കിവിടെ ജനാധിപത്യവും ഇല്ല, ഈ രാജ്യത്തെ പൗരന്മാർക്ക് അവകാശങ്ങളും ഇല്ല. ഈ ഭരണഘടനയുടെ ഡിസ്കഷനൊക്കെ പൂർത്തിയാക്കി റിപ്പബ്ലിക് ഡേ 1950 ജനുവരി 26 ആയത് 1930 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യമായി പൂർണ്ണ സ്വരാജ് മുദ്രാവാക്യം വെച്ചത്. അത് ജനുവരി 26 അതിൻ്റെ മെമ്മറിക്കും കൂടിയാണ് ഇത് ജനുവരി 26 റിപ്പബ്ലിക് ആക്കിയത്. 49 നവംബർ 26 ഭരണഘടനയുടെ പണി തീർന്നാണ്. ആ ഭരണഘടന അംഗീകരിക്കുന്നതിൻ്റെ തലേ ദിവസം നവംബർ 25 രാത്രി BR അംബേദ്കർ ആ ഭരണഘടനാ അസംബ്ലിയിൽ പ്രസംഗിച്ചു. അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് നല്ലൊരു ഭരണഘടനയാണ്, ലോകത്തിലെ ഏറ്റവും മികച്ച ഒന്നാണ്, ഈ അവകാശങ്ങളൊക്കെ ഉണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. അങ്ങനെയുള്ള ഭരണഘടന ചീത്ത ഭരണാധികാരികളുടെ കയ്യിൽപ്പെട്ടാൽ ചീത്തയാകാനും ഈ അവകാശങ്ങൾ നഷ്ടപ്പെടാനും സാധ്യത ഉണ്ടെന്നു അന്ന് അദ്ദേഹം വാണിംഗ് നിന്നാണ്. ഞാൻ നല്ലൊരു ഹിന്ദുവാണ്, അതുകൊണ്ട് തന്നെ ഞാൻ നല്ലൊരു മുസൽമാനും നല്ലൊരു ക്രൈസ്തവനും ആകുന്നു. ഒരാൾ നല്ല മുസൽമാനായാൽ, നല്ല ഹിന്ദു ആയാൽ, നല്ല ക്രൈസ്തവനായാൽ ദേ ആർ ഈക്വൽ. അവരാരും തമ്മിൽ കലഹിക്കില്ല. അതാണ് ഒരു സെക്യുലറിസ്റ്റ് കൺസെപ്റ്റ്. ഗാന്ധിജി ഇതൊക്കെ ഈ സെക്യുലറിസം എന്നുള്ള പദപ്രയോഗം അധികം നടത്തിയ ആളല്ല. അദ്ദേഹം സർവധർമ്മ സമഭാവന എന്നുള്ള മുദ്രാവാക്യം കുറച്ചും കൂടി വികാസം പ്രാപിച്ച ഒരു വലിയ ക്യാൻവാസിൽ ആ ചിത്രം വരച്ച ആളാണ് ഗാന്ധിജി. ആ സെക്യുലറിസം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഡെമോക്രസിയിൽ അന്ന് തന്നെ അംബേദ്കർ വിഭാവനം ചെയ്തൊരു കാര്യമുണ്ട്. ഈ ഭൂരിപക്ഷ അഭിപ്രായം അനുസരിച്ച് വോട്ടെടുപ്പിൽ ജയിക്കുന്നവർ ഭരിക്കുക എന്ന് വരുമ്പോൾ അത് ഒരു പൊളിറ്റിക്കൽ മെജോറിറ്റിയാണ്. തെരഞ്ഞെടുപ്പിലൂടെ ജയിപ്പിക്കുന്ന ആളുകൾക്ക് കിട്ടുന്നത് പൊളിറ്റിക്കൽ മെജോറിറ്റിയാണല്ലോ. അത് ലേറ്റർ ഓൺ കമ്മ്യൂണൽ മെജോറിറ്റി ആയി മാറിയാൽ നിങ്ങൾ ബുദ്ധിമുട്ടിലാവുമെന്ന് അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. കമ്മ്യൂണൽ ഇപ്പം എന്താ സംഭവിച്ചത്? പൊളിറ്റിക്കൽ മെജോറിറ്റി ഹാസ് ബീൻ ടേൺഡ് ഇൻ ഇഫക്റ്റ് ഇൻ ടു കമ്മ്യൂണൽ മെജോറിറ്റി. അതെന്താ അത് തമ്മിലുള്ള വ്യത്യാസം? പൊളിറ്റിക്കൽ മെജോറിറ്റി ആണെങ്കിൽ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും പൊളിറ്റിക്കൽ മെജോറിറ്റി വ്യത്യാസം വരും. പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അനുസരിച്ച് അത് മാറും മറിയും, പുതിയ ആളുകൾ വരുമ്പോൾ പോയി. കമ്മ്യൂണൽ മെജോറിറ്റി നിങ്ങൾക്ക് ആ മതക്കാരെ മുഴുവൻ മാറ്റാൻ പറ്റും. കമ്മ്യൂണൽ മെജോറിറ്റി സ്റ്റാഗ്നൻ്റായിട്ട് നിൽക്കും. പൊളിറ്റിക്കൽ മെജോറിറ്റി ചേഞ്ചബിളായിരിക്കും, ഫ്ലെക്സിബിളായിരിക്കും. ആ ലിബറലിസം, ആ ഇൻഡിപെൻഡൻസ്, ആ സ്വാതന്ത്ര്യം ഉണ്ടാകണമെങ്കിൽ പൊളിറ്റിക്കൽ മെജോറിറ്റി ആയിട്ട് നിൽക്കണം. പക്ഷേ നമ്മളിപ്പോൾ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കമ്മ്യൂണൽ മെജോറിറ്റി ആയിട്ട് എല്ലാത്തിനെയും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കമ്മ്യൂണൽ മെജോറിറ്റി ആയി അത് മാറിക്കൊണ്ടിരിക്കുക. അന്ന് വിഭാവനം ചെയ്തപ്പോൾ പറഞ്ഞ എല്ലാം ഉണ്ട്. പുതിയ പാർലമെൻറ്റിൻ്റെ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നത് മഹർഷി വര്യന്മാരും സ്വാമിമാരും. ഞാനൊന്നും ഇതിലല്ല, ആരാച്ച ഉദ്ഘാടനം ചെയ്തോട്ടെ, എന്നെ വിളിച്ചിട്ടില്ല എന്ന് മാത്രം. അപ്പോൾ പാർലമെൻറ്റ് ഉദ്ഘാടനം ചെയ്യുന്നത് സ്വാമിമാർ, മതപണ്ഡിതന്മാർ. രാമജന്മഭൂമി പ്രാണപ്രതിഷ്ഠ നടത്തുന്നത് പ്രധാനമന്ത്രി. നേരെ തിരിച്ചല്ലേ വേണ്ടത്? പ്രധാനമന്ത്രി പാർലമെൻറ്റ് ഉദ്ഘാടനം ചെയ്താൽ ഇറ്റ് ഈസ് പൊളിറ്റിക്കൽ, ഒരു പ്രശ്നമില്ല. ക്ഷേത്രം മറ്റേ ആളുകൾ ഗുരുനാഥന്മാർ ഉദ്ഘാടനം ചെയ്താൽ അതൊരു അനുയോജ്യമായൊരു സംഗതിയാണ്. അവിടെ പ്രാണപ്രതിഷ്ഠ നടത്തേണ്ട ആളുകളൊക്കെ അവരല്ലേ. അവരെ അവിടെ വിളിക്കാതെ പാർലമെൻറ്റ് സ്വാമിമാരും ക്ഷേത്രം വിളിച്ചു. അതെന്തതിനർത്ഥം? അതുപോലെ പൗരത്വ നിയമം വന്നപ്പോൾ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൗരത്വം വന്നാൽ അതിൻ്റെ അർത്ഥം രാഷ്ട്രം മതരാഷ്ട്രമായി പോയിക്കൊണ്ടിരിക്കുന്നു എന്നർത്ഥം. മതരാഷ്ട്രമാകുന്നതിൻ്റെ ആദ്യ അജണ്ടയാണ് സിറ്റിസൺഷിപ്പ് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുക, അല്ലെങ്കിൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ. മഹാത്മാഗാന്ധിയിൽ നിന്ന് ഒരുപാട് സംഗതികൾ നമുക്ക് പഠിക്കാനുണ്ട്. അദ്ദേഹം ജൂതന്മാരുടെ രാജ്യം എവിടെ എന്ന ചോദ്യം ലോകത്ത് വന്നപ്പോൾ അവർക്കൊരു രാജ്യം വേണമെന്ന് ഗാന്ധി പറഞ്ഞതിനാണ്. ജൂതന്മാർക്ക് രാജ്യമുണ്ടല്ലോ. ബ്രിട്ടനിൽ ജനിച്ച ജൂതന്മാരുടെ രാജ്യം ബ്രിട്ടൻ, ഇന്ത്യയിൽ ജനിച്ച ജൂതന്മാരുടെ രാജ്യം ഇന്ത്യ.
പലസ്തീനിൽ ജനിച്ച ഭൂതന്മാരുടെ രാജ്യം പലസ്തീൻ. വേറൊരു രാജ്യം മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാടില്ല. ഒരു രാജ്യത്ത് ഒരു മതം മാത്രമേ ഉള്ളൂ എങ്കിലും ആ രാജ്യം ഒരു മതരാഷ്ട്രമാകാൻ പാടില്ല, ഭരണവും അതിട്ട് ബന്ധിപ്പിക്കാൻ പാടില്ല എന്നാണ് ഗാന്ധിജി വിഭാവനം ചെയ്തത്. ആ ഗാന്ധിജി, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, അവരെല്ലാമാണ് വാസ്തവത്തിൽ ഇത് ഒരു മതേതര രാഷ്ട്രമാക്കി മാറ്റിയത്. ബ്രിട്ടീഷുകാരൻ ചവച്ചു തുപ്പിയ ഈ രാജ്യത്തെ അതിൽ നിന്ന് മാറ്റിയെടുത്തത്. അതെല്ലാം ഇന്ന് വെല്ലുവിളിയെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. വർഗീയത, മതപരമായ വിവേചനം, ഇതൊക്കെ ധാരാളമായിട്ട് നടന്നുകൊണ്ടിരിക്കും. നമ്മൾ ഇതിനെ എങ്ങനെ നേരിടും? ഞാനിപ്പോൾ ഇതൊക്കെ പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനേക്കാൾ കാര്യങ്ങൾ ഈ ഇന്ത്യ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളെ കുറിച്ച് അറിയാം. ഇനി എന്തെന്നൊരു ചോദ്യമുണ്ട്. എന്ത് ചെയ്യണം, എങ്ങനെയാണ് ഇതിനെ മറികടക്കേണ്ടതെന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഇന്ത്യ മുന്നണി ഒരു മുന്നണി, 28 പാർട്ടികളുടെ ഒരു മുന്നണി. ഇപ്പോൾ ഇന്ന് വയനാട്ടിലെ ദുരന്തത്തിന് സഹായം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാർലമെൻറ്റിന് മുമ്പിൽ സമരം ചെയ്യുമ്പോൾ ഇടതുപക്ഷമുണ്ട്, എല്ലാ കോൺഗ്രസും ഉണ്ട്, എല്ലാ പാർട്ടികളും ഉണ്ട്. എല്ലാ പാർട്ടികളും ചേർന്നിട്ടാണ് സമരം ചെയ്തത് അല്ലേ? അപ്പോൾ ഒരു 28 പാർട്ടികളുടെ ഒരു മുന്നണി നമ്മൾ രൂപീകരിച്ചുവെങ്കിലും ഇത് ഈ സംഘപരിവാര ശക്തികളെ സംബന്ധിച്ച് പറയുമ്പോൾ ഇതൊരു പ്രോജക്റ്റാണ്. 100 വർഷമോ അതിലേറെയോ പഴക്കമുള്ളൊരു പ്രോജക്റ്റാണ്. ഈ പ്രോജക്റ്റിൻ്റെ ഓരോ ഭാഗങ്ങളും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വർക്കിംഗ് ഗ്രൂപ്പുകളുണ്ട്. അതാണ് ഈ സംഘപരിവാർ എന്ന് പറഞ്ഞാൽ 115 സംഘടനകളുമായിട്ട് ചേർന്നാണ്. ആ ഓരോന്നിനും ഓരോ ഓപ്പറേഷൻസ് കൊടുത്തിട്ടുണ്ട്. അവർ ഓരോരുത്തരും അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വെൽ പ്ലാൻഡാണ്, അത് പ്രോജക്റ്റാണ്. എന്ന്, എവിടെ, എങ്ങനെ, എന്ത് ചെയ്യണമെന്ന് കൃത്യമായ കാഴ്ചപ്പാടോടുകൂടിയാണ് ഈ രാഷ്ട്രത്തെ അവർ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്, മാറ്റിക്കൊണ്ടിരിക്കുന്നത്. നേരെ മറിച്ച് ഇപ്പുറത്ത് അത്ര ഒരു വ്യക്തതയുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇത് ഞാനൊരു സെൽഫ് ക്രിട്ടിക്കലായിട്ട് അനലൈസ് ചെയ്യാണ്. ഇപ്പുറത്തെ ഈ പ്രോജക്റ്റിനെ നേരിടാൻ, ഓരോ ഭാഗത്തെയും നേരിടാൻ ആവശ്യമായ തക്ക മുൻകരുതലുകളായിട്ടുണ്ടോ? ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. മുൻകരുതലുകളായിട്ടുണ്ടോ? രാജ്യത്ത് നടക്കുന്ന സംഭവവികാസങ്ങളിൽ എല്ലാത്തിലും പ്രതീക്ഷിക്കുന്ന തരത്തിൽ പ്രതികരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അങ്ങനെ പ്രശ്നമുണ്ട്. പ്രതിപക്ഷ പാർട്ടികൾക്ക്, നമ്മുടെ മുന്നണിക്ക് തന്നെ അങ്ങനെ പ്രതികരിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇപ്പോൾ ദളിതർ, പിന്നാക്കക്കാർ, മതന്യൂനപക്ഷങ്ങൾ പൊതുവെ, അതിൽ തന്നെ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ, ഇവരൊക്കെ ഓരോ ദിവസവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളും കൊലയും എല്ലാം ധാരാളമായി കണ്ടുകൊണ്ടിരിക്കുക. മണിപ്പൂരും അതുപോലെ ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും നടന്ന സംഭവങ്ങൾ, അതിനൊക്കെ യഥാവിധി തക്ക സമയത്ത് പ്രതികരിക്കാനും സാധിക്കുന്നുണ്ടോ? ജനം നമ്മുടെ കൂടെ നിൽക്കണ്ടേ? ഇതിനെ മാറ്റണമെങ്കിൽ ഒരു ജനാധിപത്യപരമായി ഒരു വലിയ പരിവർത്തനം വരുത്താൻ നമുക്ക് സാധിക്കണ്ടേ? അതിന് ജനങ്ങളുടെ പിന്തുണ വേണ്ടേ? അതിന് തക്ക ഒരു മുന്നേറ്റം സൃഷ്ടിക്കുവാൻ നമുക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. അത് ഭാവിയിൽ വേണം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. മറ്റൊന്ന്, ഇപ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നശിച്ചു പോകാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇന്ത്യയിൽ ഇപ്പോൾ കേരളം പോലുള്ള സ്റ്റേറ്റുകളിലും തമിഴ്നാട്ടിൽ ഓരോ സ്റ്റേറ്റിലും വ്യത്യാസങ്ങളുണ്ട്. അവിടെ പ്രാദേശിക പാർട്ടികൾ, ഇന്ത്യ മുന്നണിയിൽ അംഗമായിട്ടുള്ള പാർട്ടികൾ തമ്മിൽ തന്നെ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള സംഘടന ഉണ്ട്, സംസ്ഥാന ഭരണത്തിന് വേണ്ടിയില്ല. അതൊക്കെ നിലനിൽക്കുമ്പോഴും പൊതുവായി ലോക്സഭാ വിഷയം വരുമ്പോൾ, ദേശീയ പ്രശ്നങ്ങൾ വരുമ്പോൾ അവരൊന്നാണ്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരോടും ഇടതുപക്ഷത്തോടും നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അങ്ങനെ ഒരു പ്രസ്ഥാനം ഇന്നത്തെ ഇന്ത്യയിൽ നശിച്ചു പോകരുത് എന്ന് ചിന്തിക്കലാണ് ബുദ്ധി നൽകും. അവർ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അവരെ കൊണ്ടാവുന്ന തരത്തിൽ ഇതിനെ പ്രതിരോധിക്കാൻ അവരെയും കിട്ടണം. അപ്പോൾ ശരിയായ ഇടതുപക്ഷം എന്നുള്ളൊരു സംഗതി ഞാൻ ചേർക്കണം അതിനോടുകൂടി. ശരിയായ ഇടതുപക്ഷം ഇന്ത്യയിൽ നിലനിൽക്കണം എന്ന് ഞാൻ പറയണം. ആ ശരിയായതിലെല്ലാം ഉണ്ട്. അപ്പോൾ ഇടതുപക്ഷത്തിനും വീഴ്ച സംഭവിക്കുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ശരിയായ ഒരു ഇടതുപക്ഷത്തിന് ഇന്ത്യയിലൊരു സ്കോപ്പുണ്ട്, അതിനൊന്നും യാതൊരു തെറ്റുമില്ല. അതുകൊണ്ട് അവരും നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. എന്നാലും ശരിയായ ഇടതുപക്ഷം ഉണ്ടോ എന്നൊക്കെയുള്ള വിഷയം വേറെ വിഷയമാണ്, നമ്മളതിനകത്ത് പറഞ്ഞ കാര്യമല്ല. അപ്പോൾ ഇങ്ങനെ ഇന്ത്യ രാജ്യം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഗുരുതരമായ പ്രശ്നം, നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചോ ദേശീയ പ്രസ്ഥാനത്തെക്കുറിച്ചോ, ദേശീയ പ്രസ്ഥാനമാണ് ജനാധിപത്യവും മതേതരത്വവും ഒക്കെ ഇന്ത്യയിൽ ആവിഷ്കരിച്ചത് ദേശീയ പ്രസ്ഥാനത്തിലൂടെയാണ്.
അപ്പോൾ ആ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം, എല്ലാ വിഭാഗം മനുഷ്യരും സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ പോരാട്ടം, ഇതിനെക്കുറിച്ചൊന്നും പുതിയ തലമുറക്ക് വേണ്ടത്ര ധാരണകളില്ല. എല്ലാവരും ഞാൻ പറയല്ല, പുതിയ ഇപ്പോൾ നെഹ്റുവിനെ കേട്ടുകേൾവിയുള്ളവർ, നെഹ്റുവിനെ അറിയുന്നവർ, ഗാന്ധിജിയെ കേട്ടിട്ടുള്ളവർ, അറിഞ്ഞിട്ടുള്ളവർ, അബുൽ കലാം ആസാദിനെ അറിഞ്ഞിട്ടുള്ളവർ, അവരുടെയൊക്കെ എണ്ണം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്വാതന്ത്ര്യ സമര സേനാനികളെക്കുറിച്ച് അറിയുന്നവരൊക്കെ മരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ തലമുറ അതൊന്നും അങ്ങനെ കണ്ട് അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നവർ വളരെ അപൂർവമായി. അപ്പോൾ നമുക്കിത് വീണ്ടും ഈ വക വിഷയങ്ങളും ആ വക കാര്യങ്ങളും കൊണ്ടുവന്ന് പ്രചരിപ്പിച്ച് ആളുകളെ ബോധവൽക്കരിക്കേണ്ട ആവശ്യമാണ്. അതിന് നമ്മൾ ജനാധിപത്യം എന്ന് പറയുമ്പോൾ ജനാധിപത്യത്തിന് 3 ഉൾപ്പിരിവുകളുണ്ട്. ഒന്ന് സോഷ്യൽ ഡെമോക്രസി, 2 എക്കണോമിക്കൽ ഡെമോക്രസി, വേറൊന്ന് പിന്നെ ഇങ്ങനെ 3 തരത്തിലുള്ള ഡെമോക്രസി വേണം. സാമൂഹികമായിട്ടുള്ളൊരു ജനാധിപത്യം നിലവിലുണ്ടോ? നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഡെമോക്രസി ഉണ്ടോ? നമ്മുടെ ടൗണിൽ ഡെമോക്രസി ഉണ്ടോ? നമ്മുടെ എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും ഡെമോക്രസി ഉണ്ടോ? നമ്മുടെ എല്ലാ സംഘടനകളിലും ഡെമോക്രസി ഉണ്ടോ ചോദിച്ചാൽ ഇല്ല. ആ ഡെമോക്രസിക്ക് വേണ്ടിയാണ് നമ്മൾ വാദിക്കുന്നത്. നമ്മളിരിക്കുന്ന സ്ഥലത്ത് ആ ഡെമോക്രസി ഇല്ലെങ്കിൽ ബാക്കിയുള്ളടത്ത് ഉണ്ടാവും. അപ്പോൾ ഡെമോക്രസി, സോഷ്യൽ ഡെമോക്രസി അത് സാമൂഹികമായി വളർന്നിട്ടില്ല. അതുപോലെ സാമ്പത്തിക ഡെമോക്രസി പറഞ്ഞാൽ എല്ലാ വിഭാഗങ്ങൾക്കും രാജ്യത്തിൻ്റെ സമ്പത്ത് ശരിയായ രീതിയിൽ കിട്ടലാണ്, അതുണ്ടായിട്ടില്ല. ഇപ്പോൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് അധ്യായങ്ങളുണ്ട്, നമുക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള അധ്യായങ്ങളുണ്ട്. ഇപ്പോൾ ഹിറ്റ്ലറെ കൊണ്ട് മാപ്പ് പറയിച്ച ഒരു മലയാളി ഉണ്ട്. ഹിറ്റ്ലറെ കൊണ്ട് മാപ്പ് പറയിച്ച ഒരു മലയാളി അതാരാ? അത് ചെമ്പക രാമൻപിള്ളയാണ്, തിരുവനന്തപുരത്തുകാരനാണ് അല്ലേ. സുഭാഷ് ചന്ദ്രബോസ് ജപ്പാനിൽ പോയിട്ട് അവരുടെ സഹായത്തോടു കൂടി ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവിടുന്ന് ഇങ്ങോട്ട് പോരുതി. അതേമാതിരി ജർമ്മനിയിൽ പോയിട്ട് ഹിറ്റ്ലർ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ ആളുകളോടൊക്കെ ചേർന്നിട്ട് ഇന്ത്യക്കെതിരായിരുന്നല്ലോ ജർമ്മനി. ആ ജർമ്മനിയെ ഉപയോഗിച്ച് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിയ ഒരാളാണ് ചെമ്പക രാമൻപിള്ളിയും. അതുപോലെ സരോജിനി നായിഡുവിൻ്റെ സഹോദരൻ ചതോപാധ്യായ എന്ന് പറയുന്ന ചത്തോ എന്ന് പേര് വിളിക്കുന്ന ചതോപാധ്യായൊക്കെ ചേർന്നിട്ട് ബർലിൻ കോൺഫറൻസ് എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടാക്കിയിരുന്നു അവിടെ. ആ ബർലിൻ കോൺഫറൻസ് അവിടെ നിന്നിട്ട് ജർമ്മനിയുടെ സഹായത്തോടു കൂടി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിയാണ്. ഒരിക്കൽ ഹിറ്റ്ലർ പറഞ്ഞു, നിങ്ങളുടെ ഇന്ത്യ സ്വതന്ത്രമാവില്ല, കാരണം അവിടെ ഭരിക്കുന്നത് ആര്യന്മാരല്ലെന്ന്. അത് കേട്ടപ്പോഴാണ് ചെമ്പക രാമൻപിള്ള ഹിറ്റ്ലർക്ക് കത്തെഴുതിയത്. ഹിറ്റ്ലർ അന്ന് ഭരണത്തിൻ്റെ ഏറ്റവും ഹയ്യസ്റ്റിലല്ല, അതിൻ്റെ തൊട്ട് താഴെയാണ്. ഇത് 3 ദിവസം കൊണ്ട് പിൻവലിച്ചില്ലെങ്കിൽ വിവരം അറിയുന്നവരുണ്ട് ചെമ്പക രാമൻപിള്ള ഹിറ്റ്ലർക്ക് കത്തെഴുതി. നിങ്ങൾ ആലോചിച്ച് നോക്കണം, അവിടെ പോയി താമസിക്കുന്ന ആളാണ്. അപ്പോൾ ഹിറ്റ്ലർ 3 ദിവസം കൊണ്ട് അതിൽ ക്ഷമാപണം ചോദിച്ച് മറുപടി അയച്ചു. അങ്ങനത്തെ ആളുകളും സ്വാതന്ത്ര്യ സമരം നയിച്ചവർ തന്നെയാണ്. അവർ മറുപടി അയച്ചു. പക്ഷേ കുറച്ച് കഴിഞ്ഞ് ഹിറ്റ്ലർ അതിൻ്റെ 1ാമത്തെ പദവിയിലെത്തി ഭരണം പൂർണ്ണമായിട്ട് കയ്യിലൊതുങ്ങിയപ്പോൾ ചെമ്പക രാമൻപിള്ളയെ വിഷം കൊടുത്തോ വെടിവെച്ചോ ഏതോ രീതിയിൽ രോഗിയാക്കി തീർക്കുകയും മറ്റൊരു രാജ്യത്തേക്ക് നാട് കടത്തുകയും അവിടെ കിടന്ന് അദ്ദേഹം മരിക്കുകയും അദ്ദേഹത്തിൻ്റെ ഭാര്യ പിന്നീട് അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി ഇങ്ങോട്ട് കൊണ്ടുവരികയൊക്കെ ചെയ്ത സംഭവങ്ങളുണ്ട്. അപ്പോൾ ചെമ്പക രാമൻപിള്ളയുടെ പോലെ ആളുകൾ, സരസ്വതി രാജാമണിയുടെ മാതിരിയുള്ള ആളുകൾ, സ്വാതന്ത്ര്യ സമര സേനാനികളായ സ്ത്രീകൾ. സരസ്വതി രാജാമണി ബർമ്മയിൽ പോയിരുന്നു. ബർമ്മയിൽ പോയിട്ട് അവരുടെ അച്ഛൻ വലിയ സ്വർണ്ണ കച്ചവടക്കാരനും ബിസിനസ്സുകാരനായിരുന്നു തമിഴ്നാട്ടിൽ, ഒരു ചെട്ടിയാരാണ്. അപ്പോൾ അയാൾ അവിടെ പോയിട്ട് അവിടെ ഇരിക്കുമ്പോൾ സുഭാഷ് ചന്ദ്രബോസ് അവിടെ ചെന്നു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രക്ഷോഭത്തിന് ആവശ്യമായിട്ടുള്ള പണം സമാഹരിക്കാൻ വേണ്ടി. അപ്പോൾ ഈ സരസ്വതിയുടെ ശരീരം മുഴുവൻ ആഭരണങ്ങളാണ്, നല്ലൊരു ബിസിനസ്സുകാരൻ്റെ മകളാണ്. അത് മുഴുവൻ അവർ ഊരി കൊടുത്തു. പക്ഷേ അവർക്ക് 17 വയസ്സായിട്ടുണ്ട്. അപ്പോൾ സുഭാഷ് ഉച്ചയാകുമ്പോൾ ആ പെൺകുട്ടിയോട് പറഞ്ഞു, ഇത് എങ്ങനെ നീ എനിക്ക് തരിക? ഇത് മുഴുവൻ എടുത്തോ, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഈ സുഭാഷ് ചന്ദ്രബോസ് അവരുടെ കൂടെ അവരുടെ വീട്ടിൽ പോയി. എൻ്റെ അച്ഛനെ കണ്ടു. എൻ്റെ മോള് 17 വയസ്സായിട്ടുള്ളൂ, അവൾ ഈ സ്വർണ്ണമൊക്കെ എനിക്ക് ഊരി തന്നിരിക്കുകയാണ് എന്ന്. അപ്പോൾ അയാളും നല്ലൊരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. അയാൾ പറഞ്ഞു, അതൊക്കെ നിങ്ങൾക്കുള്ള, ഇനി വേണമെങ്കിൽ ഇനി ഞാൻ തരാം. അവൾ തന്നത് അവളെ സാധനമാണ്, അവൾ തന്നു, നിങ്ങൾ എടുത്തോ, അതൊന്നും തിരിച്ചു കൊടുക്കണ്ടെന്നു. അങ്ങനെ ത്യാഗം സഹിച്ച, സമ്പത്ത് കൊടുത്ത, ജീവിതം കളഞ്ഞ എത്ര മനുഷ്യന്മാർ നേടിയെടുത്താണ്. ഇതുപോലുള്ള വലിയ സ്വാതന്ത്ര്യ സമരത്തിലും പ്രക്ഷോഭത്തിലും ബ്രിട്ടീഷുകാരനെതിരായിട്ടുള്ള ധീരോദാത്തമായ പോരാട്ടത്തിലും ഇല്ലാത്തവരാണ് ഇപ്പോൾ അതിൻ്റെ അവകാശികളാകാൻ ശ്രമിക്കുന്നത്.
ഏത് രാജ്യത്തും ഇതുപോലൊക്കെ തന്നെ സംഭവിച്ചത്. ഇതൊക്കെ പാർലമെൻറ്റ് ഇവിടെ ഉണ്ടാവും, അതൊന്നും ഇല്ലാതാവില്ല. ആ പാർലമെൻറ്റിൽ ഇങ്ങനെ നിയമങ്ങൾ പാസ്സാക്കി ചുട്ടെടുത്തിട്ട് ആ നിയമങ്ങൾ വഴി തന്നെയാണ് ഇവിടെ അടിച്ചമർത്തുക, ഇവിടെ ഉന്മൂലനം വരുത്തുക, ഇവിടെ വംശീയത പ്രചരിപ്പിക്കുക. എല്ലാം ഈ പാർലമെൻറ്റിനെ ഉപയോഗിച്ച് തന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ തന്നെയാണ് ഹിറ്റ്ലറും ചെയ്തത്. പാർലമെൻറ്റിൽ ഭൂരിപക്ഷം ഉണ്ടാക്കിയിട്ടാണ് നിയമങ്ങൾ പാസ്സാക്കിയിട്ടാണ് ഇതൊക്കെ ചെയ്തത്. അതെന്നെ ഇവിടെയും ചെയ്യുക. അല്ല ഇതൊക്കെ കൂടി ഒരു ദിവസം പോവും എന്ന് കരുതണ്ട. ഒരു ദിവസം പാർലമെൻറ്റൊക്കെ പിരിച്ചുവിടും, ഇന്ത്യ രാജ്യമായി തീർന്നിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കും. അങ്ങനെയൊന്നും കാത്തിരിക്കേണ്ടത്. ആവുന്നത് നമ്മളറിയാതെ ഇതങ്ങനെ ആയിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ചുള്ള ഒരു തയ്യാറെടുപ്പ് ഇപ്പുറത്ത് ഇല്ലെങ്കിൽ നമ്മളതെന്തായാലും അനുഭവിക്കേണ്ട ഒരു നിർഭാഗ്യകരമായ സ്ഥിതിവിശേഷം വരുന്നതാണ്. ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു വെല്ലുവിളിയാണ്. ആ വെല്ലുവിളിയെ നമുക്ക് നേരിടാൻ സാധിക്കേണ്ടതിന് നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. മറ്റൊന്നുമല്ല, ഈ മതേതര കക്ഷികളെ പരസ്പരം അടുപ്പിച്ചിട്ട് പരസ്പരം തെറ്റിച്ച് പരസ്പരം കലഹിക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയിട്ട് മുതലെടുക്കാൻ വേണ്ടി ഭരിക്കുന്നവർ ശ്രമിക്കുന്നുണ്ട്. മതങ്ങളെ തമ്മിലടുപ്പിക്കുന്നു, മതങ്ങളിൽ തന്നെ പല വിഭാഗങ്ങളെ തമ്മിലടുപ്പിക്കുന്നു. ഈ ശത്രു ആയിട്ട് ഇവിടെ ഈ മുസ്ലിം നാമധാരികളായിട്ടുള്ള സകലരും ശത്രുക്കൾക്ക് മുസ്ലിങ്ങളാണ്. അവരേത് സംഘടനയാലും കുഴപ്പമില്ല. മതേതര പാർട്ടികളിലുള്ള സകലരും ഇവരുടെ ശത്രുക്കളാണ്. അവരേത് പാർട്ടിയായും വേണ്ടിയില്ല. പക്ഷെ അത് മനസ്സിലാക്കാതെ നമ്മളതിൻ്റെ ഇടയിലുള്ള കലഹങ്ങൾ അവസാനിപ്പിക്കാത്ത പക്ഷം വലിയ പ്രശ്നങ്ങളാവും. ഇതവർ മുതലെടുക്കും. അത് തന്നെയാണ് എപ്പോഴും മുതലെടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യം നമുക്ക് വിസ്മരിക്കാൻ പാടില്ല. അതുകൊണ്ട് ശത്രുപക്ഷത്തായിട്ടാണ് എല്ലാവരെയും അവർ കണ്ടിട്ടുള്ളവരെല്ലാം ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യം. ഇനി എന്തെങ്കിലും പ്രസക്തമായ ചോദ്യങ്ങൾ സദസ്സിൽ നിന്ന് ചോദിക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് ചോദിക്കാം. സർ, മഹത്തായ ഭരണഘടനയെപ്പറ്റി സാർ തിരഞ്ഞേറെ പ്രതിപാദിച്ചു. മഹത്തായ ഭരണഘടന ഉണ്ടായിട്ട് പോലും ഇന്ന് പാർലമെൻറ്റിൽ 273 ആളുകൾ തീരുമാനിക്കുന്നതാണ് ഇന്ത്യ രാജ്യം അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നം. അതിൽ നേരത്തെ ഭരണഘടന ഉണ്ടാക്കിയപ്പോൾ നമ്മുടെ നേതാക്കന്മാർ ഉദ്ദേശിച്ച കാര്യമല്ല ഇപ്പോൾ നടക്കുന്നത്. സാറ് പറഞ്ഞ പോലെ ഭൂരിപക്ഷം 273 എന്തും നടക്കും ഈ നാട്ടിൽ. അത് മാറ്റാൻ വലിയ വഴിയുള്ളൂ. മനസ്സിലായില്ല. മഹത്തായ എന്താ പറഞ്ഞ്? അത് ഒരു പൊതു വിമർശനമാണ്. ഈ ജനാധിപത്യത്തെക്കുറിച്ചുള്ള ഒരു ക്രിറ്റിസിസം കൂടിയാണ്. ഭൂരിപക്ഷം കിട്ടിയാൽ ആർക്കും ഭരിക്കാം, അപ്പുറത്തായിരിക്കും അധികം ആൾ എന്നുള്ളത്. അതിനിപ്പോൾ ഒരു പെട്ടെന്ന് പരിഹാരം ഈ ഫെസ്റ്റിവലിൽ നമുക്ക് ഉണ്ടാകാൻ സാധിക്കില്ല. അത് ദാറ്റ് വിൽ കണ്ടിന്യൂ. അതിന് പല രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങളുണ്ട്. പ്രപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ, പാർട്ടി സിസ്റ്റം, തെരഞ്ഞെടുപ്പ് പരിഷ്കരണമൊക്കെ വേണ്ടി വരും. ഈ 273 ആളുണ്ടാക്കാൻ വേണ്ടി തന്നെ എന്തെല്ലാം ഇവിടെ ചെയ്യുന്നത്. പിന്നെ ഈ കോർപ്പറേറ്റ് ഭീമന്മാരുടെ കയ്യിലും കൂടിയാണ് ഭരണം. ഇപ്പോൾ അഡാനിക്കെതിരായിട്ട് കേസ് വന്നില്ല. എന്താ കേസ്? 2000 കോടി രൂപയാണ് കൈക്കൂലി കൊടുത്തത്. ആന്ധ്ര, ഒറീസ, ജമ്മു കാശ്മീർ, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഏറ്റവും കൂടുതൽ കൊടുത്തത് ആന്ധ്രയിലാണ്. എന്താ സംഭവം? അഡാനി എനർജി കോർപ്പറേഷൻ എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഉണ്ടാക്കി. അതിന് കാനഡയിലുള്ള അഷ്വർ ഗ്ലോബൽ പവർ എന്ന് പറഞ്ഞ വേറൊരു കമ്പനിയോട് പാർട്ട്ണർഷിപ്പ് എടുത്തു. എന്നിട്ട് ഇന്ത്യയിലെ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനം. ആ കോർപ്പറേഷൻ ഈ അഡാനിയായിട്ട് കരാറുണ്ടാക്കുകയാണ്. നിങ്ങളെ ഇത്ര ഗിഗാവാട്ട് വൈദ്യുതി ഞങ്ങൾ വാങ്ങിക്കോളാം. ആ കരാറിന് നടപ്പിലാക്കാൻ വേണ്ടി അമേരിക്കയിലെ ബാങ്കിൽ നിന്നും അമേരിക്കയിലെ മുതലാളിമാരെയും പൈസ വാങ്ങി. കാനഡക്കാരനായ ഒരു മുതലാളിയുടെ അഷ്വർ ഗ്ലോബൽ പവറിൻ്റെ കമ്പനിയിൽ നിന്ന് ഇപ്പോൾ അതിൻ്റെ ഒരു പോർഷൻ വാങ്ങി. അങ്ങനെ ആ പണം ഈ വൈദ്യുതി അഡാനിൻ്റെ അടുത്ത് ഇന്ത്യ വാങ്ങാമെന്ന് പറഞ്ഞത് ഗവൺമെൻറ്റിന് വേണ്ടിയല്ല. അത് വാങ്ങണ ആർക്ക് വേണ്ടിയാണ്? അത് ഇന്ത്യയിലെ സ്റ്റേറ്റുകളിൽ നിങ്ങൾ എൻ്റെ തലയിൽ വലിയ വിലക്ക് വിൽക്കാനാണ്. ഇവിടെ തന്നെ ഈ വില വർധനവിൻ്റെ പിന്നിൽ അതൊക്കെ ഉണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. അത് പൊളിയാൻ കുറച്ചുകൂടി കഴിയും. അപ്പോൾ ഈ ഗ്ലോബൽ കോർപ്പറേഷൻ, ഈ അഡാനിയുടെ കോർപ്പറേഷനോട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ എനർജി കോർപ്പറേഷൻ ഇത്ര ഗിഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ തീരുമാനിച്ചു. എന്നിട്ട് ഇന്ത്യ ഗവൺമെൻറ് അതിൻ്റെ ഒരു മീഡിയേറ്റർ മാത്രമാണ്. എന്നിട്ട് ആന്ധ്രക്കാരോട് ചോദിക്കും നിങ്ങൾക്ക് വേണ്ടേ?
വലിയ വിലക്ക് ഇവർക്കൊക്കെ വിൽക്കുക. 2000 കോടി കൈക്കൂലി കൊടുത്തത് ഓരോ യൂണിറ്റും എത്ര കൈക്കൂലി എന്ന് വരെ അടാനി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ യൂണിറ്റിന് എത്ര വില ഇടണം, അത് വാങ്ങാൻ കൂട്ടാക്കാതെ വന്നാൽ പിന്നെ ഈ കരാറ് പൊളിഞ്ഞില്ലേ. അപ്പോൾ അത് നിർബന്ധമായി വാങ്ങിപ്പിക്കാനാണ് കൈക്കൂലി കൊടുത്തു. അമേരിക്ക കേസെടുത്തു. ആ കേസ് നിലനിൽക്കില്ല, എനിക്ക് അറിഞ്ഞുകൂടാ. ഗവൺമെൻറ്റും തമ്മിലുള്ള ബന്ധത്തിൽ എന്താവെന്ന് അറിഞ്ഞുകൂടാ. കോർപ്പറേറ്റ് ഭീമന്മാർ, അത് മുസോളിനി തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഫാസിസം എന്ന് മുസോളിനി പറഞ്ഞിട്ടുണ്ട്. ഫാസിസം എന്ന് പറഞ്ഞാൽ ഫാസിസം എന്നാണ് മുസോളിനി പറഞ്ഞത്. ഈ മുസോളിനി ആരായിരുന്നു അറിയാം? ഈ മുസോളിനെ ഇമ്മാനുവൽ ചക്രവർത്തി വിളിച്ചുകൊണ്ടെന്നാണ് ഇറ്റലിയിൽ അയാൾക്കെതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ രാജ്യത്ത് നടക്കുമ്പോൾ അടിച്ചമർത്താൻ വേണ്ടി ഒരു കൂലിപ്പട്ടാളം പോലെ കരിങ്കുപ്പായക്കാരെയും മുസോളിനെയും വിളിച്ചുകൊടുന്നതാണ്. അയാളാണ്ട് അടിച്ചമർത്തിയിട്ടാണ് നിരപ്പാക്കിയിട്ട് പിന്നെ എന്ത് ചെയ്തു പറയും, അയാൾ പിന്നെ അവിടുന്ന് പോകാൻ കൂട്ടാക്കില്ല. ഈ അടിച്ചമർത്തനോടുകൂടി നാട്ടുകാരും അയാളെ പിന്നിലായി പോയി. പിന്നെ അയാളെ കയ്യിലായി വരണം. പിന്നെ ഇമ്മാനുവൽ ചക്രവർത്തി ഇല്ല, ആരുമില്ല. അതുപോലെ തന്നെ ഒരു മാനും ഒരു കുതിരയും തമ്മിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു, എന്തോ വലിയ പ്രശ്നമായി. അപ്പോൾ മാനിനെ എങ്ങനെയെങ്കിലും നേരിടണമെന്ന് കുതിര പറഞ്ഞു. അപ്പോൾ കുതിരക്ക് സാധിക്കാത്തത് കൊണ്ട് കുതിര അവിടുത്തെ ഒരു പട്ടാളക്കാരനെ വിളിച്ചു പറഞ്ഞു, ഇത് പിന്നെ എനിക്ക് പിന്നെ മാനിനെ നേരിടാനുള്ള സംവിധാനം ഉണ്ടാക്കി തരണം. അതിന് കുഴപ്പമില്ല, ഞാനൊരു ജീൻ ഇട്ട് തരാറുണ്ട്. അങ്ങനെ മൂക്ക് കൂടി കെട്ടി ഒരു ജീന് ഇട്ട് കൊടുത്തിട്ട് ഇത് വെച്ചിട്ട് പൊരുതാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ആപത്തൊന്നും വരില്ലായിരുന്നു. അവസാനം കുതിര മാനിനെ തോൽപ്പിച്ചു. അത് കഴിഞ്ഞപ്പോൾ കുതിര പറഞ്ഞു, അപ്പോൾ പണി കഴിഞ്ഞല്ലോ, നീ എൻ്റെ ജീനൊക്കെ ഒന്ന് ജീനിയൊക്കെ ഒന്ന് അയച്ചുകൊണ്ടായിരുന്നു. അപ്പോൾ പട്ടാളക്കാരൻ പറഞ്ഞു, ഇനി അതവിടെ നിന്നോട്ടായിരുന്നു. എന്ന മാതിരിയാണ് ഈ സംഭവം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് കോർപ്പറേറ്റ് ഭീമന്മാരൊക്കെയാണ്, അഡാനിയാണ്, അംബാനിയാണ്, അവരും കൂടിയാണ് ഈ ഭരിക്കുന്നത്. ഈ അഴിമതിയൊക്കെ അവർ മുഖേനയാണ് നടത്തുന്നത്. ഭരിക്കുന്ന കക്ഷിക്ക് പണം സമാഹരിക്കുന്ന ട്രഷറർമാരാണ്, അല്ലെങ്കിൽ ഖജാൻജിമാരാണ് ഈ കോർപ്പറേറ്റ് ഭീമന്മാരൊക്കെ. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഗോയിങ് ഓൺ. സാധാരണക്കാരാണ് ഇതിൽ ഏറ്റവും അടിപ്പെട്ടിട്ടുള്ളത്. എല്ലാത്തിനും ഭാരം വഹിക്കേണ്ടത് നമ്മളാണ്. എത്ര കോടാനുകോടി രൂപയാണ് ഇവിടുന്ന് കൊള്ളയടിച്ചിട്ട് വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോയി താമസിച്ച് രക്ഷപ്പെട്ടിരുന്ന വല്ല കേസും ഉണ്ടോ? അപ്പോൾ ഇതാണ് പ്രശ്നം, വെരി സീരിയസ്. അടുത്ത സെഷൻ ആരംഭിക്കാനായതുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങൾ അനുവദിക്കാൻ കഴിയാത്ത വന്നതിലുള്ള ക്ഷമ ചോദിച്ചുകൊണ്ട് ഈ ഒരു സെഷൻ്റെ ഗുണകരമായ പര്യവസാനം നിങ്ങളെ അറിയിക്കാൻ കൃതജ്ഞത. നന്ദി അർപ്പിക്കുവാൻ ഷിജിൻ ലാൽ CS ക്ഷണിക്കുന്നു.